സ്വർണ്ണപ്പാളിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുണ്ടായിരുന്ന മറ്റ് സ്പോൺസർമാരെയും ഉടൻ ചോദ്യം ചെയ്യാൻ ദേവസ്വം വിജിലൻസ്. അനന്തസുബ്രഹ്മണ്യം, രമേശ് എന്നിവരെ ചോദ്യം ചെയ്യാനാണ് നീക്കം. ഹാജരാകാൻ ആവശ്യപ്പെട്ട് ഇരുവർക്കും നോട്ടീസ് നൽകി. പോറ്റിയുടെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ വ്യക്തത വരുത്താനാണ് അന്വേഷണ സംഘത്തിന്റെ ശ്രമം. അതേസമയം വിവാദം നിയമസഭയിൽ ആയുധമാക്കാനൊരുങ്ങുകയാണ് പ്രതിപക്ഷം. ടി വി പ്രസാദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രസാദ്, എപ്പോഴാണ് ഈ മറ്റ് സ്പോൺസർമാരെ ചോദ്യം ചെയ്യുക? ഒപ്പം ഈ അയ്യപ്പ സംഗമത്തിലേറ്റ തിരിച്ചടി അതിൽ നിന്നും ഒരു കരകയറാനുള്ള ശ്രമമായിരിക്കും പ്രതിപക്ഷം ഇതിൽ നടത്തുക. അതുകൊണ്ട് തന്നെ നിയമസഭയിൽ ഇത് ശക്തമായി ഉന്നയിക്കാനായിരിക്കുമല്ലോ പ്രതിപക്ഷം ശ്രമിക്കുക. ഗുഡ് മോർണിംഗ് ശ്രുതി, കീർത്തന. പ്രതിപക്ഷത്തിന് ഇത് പ്രധാനപ്പെട്ട ഒരു ആയുധമാണ്. നിയമസഭ വീണ്ടും ഇന്ന് തുടങ്ങുമ്പോൾ കഴിഞ്ഞ ഒരാഴ്ചയിലധികമായി സംസ്ഥാനം വളരെ സജീവമായി ചർച്ച ചെയ്യുന്ന സ്വർണ്ണപ്പാളി വിഷയം, അതായത് സ്വർണത്തിന് പകരം ചെമ്പാക്കുന്ന വിദ്യ, അത് പ്രതിപക്ഷം പ്രധാനമായും നിയമസഭയിൽ ഇന്ന് ഉന്നയിക്കും. അടിയന്തര പ്രമേയമായി തന്നെ ഉന്നയിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൂടാതെ നിരവധി ചോദ്യങ്ങളും ഇത് സംബന്ധിച്ച് MLA-മാരുടേതായി ഫ്ലോറിലേക്ക് വരുന്നുമുണ്ട്. അപ്പോൾ ഇന്ന് സ്വർണ്ണപ്പാളി വിവാദം നിയമസഭയിൽ കത്തും എന്ന കാര്യം ഉറപ്പാണ്. അതേസമയം തന്നെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ദേവസ്വം വിജിലൻസിൻ്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. നമ്മൾ കണ്ടതുപോലെ ഇന്നലെയും മിനിഞ്ഞാന്നുമായി മുഖ്യ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 2 ദിവസങ്ങളിലായി 7 മണിക്കൂറിലേറെയാണ് ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്ത്. അതിൽ നിന്ന് കിട്ടിയ പല വിവരങ്ങളുമുണ്ട്. ആ വിവരങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി മറ്റ് 2 സ്പോൺസർമാരെയും, അനന്തസുബ്രഹ്മണ്യം അതുപോലെ രമേശ്, ഈ 2 പേരെയും വിളിപ്പിക്കാനാണ് തീരുമാനം. അവർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്നാണ് ദേവസ്വം വിജിലൻസിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം 15 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ ചെമ്പ് പാളികളിൽ സ്വർണം പൂശി കൊണ്ടുവന്നത് എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയ മൊഴി. അതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ദേവസ്വം വിജിലൻസിന് വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഒരു കാര്യം ഏതാണ്ട് ഉറപ്പാവുകയാണ്. അവിടെ ഉണ്ടായത് ദേവസ്വത്തിൻ്റെ മഹസറിൽ പറയുന്നത് പോലെ, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കിട്ടിയതുപോലെ അത് ചെമ്പ് പാളിയല്ല, മറിച്ച് സ്വർണം പൊതിഞ്ഞുള്ള പാളിയാണ് എന്നതിൻ്റെ വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത്. അതിൻ്റെ തെളിവുകളാണ് പുറത്തേക്ക് വരുന്നത്. പക്ഷെ എങ്ങനെയാണ് ദേവസ്വത്തിൻ്റെ മഹസറിൽ സ്വർണം ചെമ്പായി മാറിയത് എന്നതാണ് ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതിനാണ് മറുപടി വേണ്ടത്. അതിൻ്റെ അന്വേഷണമാണ് പ്രധാനമായും പുരോഗമിക്കുകയും ചെയ്യുന്നത്. എന്തായാലും 1998 വിജയ് മല്യ പൊതിഞ്ഞ സ്വർണം എങ്ങനെയാണ് മഹസറിൽ നിന്ന് മിസ്സായത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും ദുരൂഹത ഉയർത്തുന്ന സംഭവവുമായി അവശേഷിക്കുന്നത്. ശ്രുതി, കീർത്തന.